യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഗണിതത്തിലെ സംഖ്യകളെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ LKG തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്പേഴ്സാണ് ഇല്ലേ, 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ പറഞ്ഞുള്ള ഗണിതത്തിലെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായും അതുപോലെ തന്നെ ഏറ്റവും മൂലകാണ്ഡമെന്ന് പറയാം അല്ലേ എന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു വരുന്ന സംഖ്യകൾ. ഈ സംഖ്യകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഇതിന് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്നതാണേലും ഏതെങ്കിലും രീതിയിലൂടെ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഏതൊക്കെ സംഖ്യകൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സംഖ്യകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹൗ ദേ ആർ ഡിഫറെൻറ്റ്, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേണ് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെയാണ് ഈ സംഖ്യകളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം, എന്താണ് സംഖ്യകൾ അല്ലെങ്കിൽ സംഖ്യകൾ കേട്ടോ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സംഖ്യകൾ നമുക്കുണ്ട്, അഥവാ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഏതെല്ലാം ഉണ്ട്. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നമ്മുടെ 7 ടൈപ്പാണ് പറയുന്നത് കേട്ടോ. അതായത് നിസ്സർഗസംഖ്യകൾ, അഖണ്ഡസംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ, ഒറ്റസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, ഭാജ്യസംഖ്യകൾ, വർഗ്ഗസംഖ്യകൾ എന്നിങ്ങനെ സംഖ്യകളുടെ ഒരു കൂട്ടം അങ്ങനെ കിടക്കുവാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ളവരെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ. അതായത് നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് നമുക്കങ്ങനെ എടുക്കേണ്ടതായിട്ടില്ല, വലിയ വലിയ സംഖ്യകളുടെ കൂട്ടം നമുക്കങ്ങനെ എടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതായിട്ടുള്ള സംഖ്യകളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മുടെ ഈ ആൽഫ ബീറ്റ ഗാമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഒന്നാമത് തന്നെ നോക്കുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സാണ് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ നിസ്സർഗസംഖ്യകൾ എന്ന് പറയും കേട്ടോ. മലയാളത്തിൻ്റെ വാക്കാണ് നിസ്സർഗസംഖ്യകൾ കേട്ടോ. നിസ്സർഗ സംഖ്യകൾ കേട്ടോ. നിസ്സർഗസംഖ്യകൾ ഒന്നാമത്തെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ നിസ്സർഗസംഖ്യകൾ. നിസ്സർഗസംഖ്യകളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇടയ്ക്ക് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞ് കണ്ടാൽ നിങ്ങൾ ഓർത്തോണം അതെന്താണ്, നമ്മുടെ നാച്ചുറൽ നമ്പർ അഥവാ നിസ്സർഗസംഖ്യകളുടെ എന്താണ് കൂട്ടത്തിന് പറഞ്ഞ പേരാണ്. നിസ്സർഗസംഖ്യകൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്ന ഏതാണ് 1 2 3 4 5 6 എന്നിങ്ങനെ പോകുന്ന സംഖ്യകൾക്ക് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ നിസ്സർഗസംഖ്യകൾ. സംഖ്യകൾ തീരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ നമ്പേഴ്സ് ആർ ഗോൺ ടു ഇൻഫിനിറ്റി കേട്ടോ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അഗാധങ്ങളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു അവസാനമില്ലാതെ യാത്രയാവുക അല്ലെങ്കിൽ അവസാനമില്ലാതെ പോകുന്നതിന് പറഞ്ഞ പേരാണ് ഇൻഫിനിറ്റി. അപ്പം ഇങ്ങനെ N എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിസ്സർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ LKG തൊട്ട് പഠിക്കുന്ന 1 2 3ക്ക് പറയുന്ന പേരാണ് നിസ്സർഗസംഖ്യകൾ എന്ന് പറയുന്നത്. പിന്നെ രീതിയിൽ ഒരു കാര്യം ഓർക്കണം, എല്ലാ നിസ്സർഗസംഖ്യകളും പോസിറ്റീവാണ്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. ഓർത്തിരിക്കണം, എല്ലാ നിസ്സർഗസംഖ്യകളും എന്താണ്, പോസിറ്റീവാണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. എല്ലാ നിസ്സർഗസംഖ്യകളും ഇവിടെ പോസിറ്റീവാണ്. ഓൾ നമ്പേഴ്സ് ആർ പോസിറ്റീവ് കേട്ടോ. ഓൾ നമ്പേഴ്സ് ആർ പോസിറ്റീവ്. എല്ലാ നമ്പറും ഇവിടെ എന്താണ്, പോസിറ്റീവാണ്. അതുപോലെ തന്നെ നിസ്സർഗസംഖ്യയുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പർ ആരാണ്, 1 കേട്ടോ. നിസ്സർഗസംഖ്യകളിലെ ഏറ്റവും ചെറിയ നമ്പർ 1. ഒരു വട്ടം ചോദ്യം ഇതാണ്, നിസ്സർഗസംഖ്യകളിലെ ഏറ്റവും ചെറിയ നമ്പർ ഏത്, വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ അമംഗ് നാച്ചുറൽ നമ്പേഴ്സ്. ഓപ്ഷൻ വന്നത് 0 1 -1 നൺ ഓഫ് ദി എബോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓർത്തിരിക്കണം, നിസ്സർഗസംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ 1 ആണ് കേട്ടോ. 1 ഈസ് ദി സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ അമംഗ് അവർ നാച്ചുറൽ നമ്പേഴ്സ്. 1 നിസ്സർഗസംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഗ്ഗമാണ് നമ്മൾ പഠിക്കുന്ന എന്ത്, നമ്മുടെ 1 ഈസ് ദി സ്മോളസ്റ്റ് കേട്ടോ. 1 ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ കേട്ടോ. 1 ഇതിലെ ഏറ്റവും ചെറിയ നമ്പറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നിസ്സർഗസംഖ്യകളെ പറ്റി ഇത്ര പഠിക്കാനുള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റി ആണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്.
അതിൻ്റെ ഡിനോട്ടേഷനാണ് ക്യാപിറ്റൽ എൻ വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നിലാണ്, അതുകൊണ്ട് തന്നെ ഒന്നാണ് അതിലെ സ്മോൾ നമ്പർ. എല്ലാ നമ്പറും നിസ്സർഗ സംഖ്യകളിലെ പോസിറ്റീവാണ് കേട്ടോ. ഇത്രയുമാണ് നിസ്സർഗ സംഖ്യകളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ അഖണ്ഡ സംഖ്യകൾ കേട്ടോ, അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് എന്ന് പറയും കേട്ടോ. വോൾ നമ്പേഴ്സ് മലയാളത്തിൽ പറഞ്ഞാൽ അഖണ്ഡ സംഖ്യകൾ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ തന്നെ വയ്ക്കും കേട്ടോ. അഖണ്ഡ സംഖ്യകൾ കേട്ടോ. നമ്മുടെ വോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ് വോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ കൂട്ടത്തിൽ 0 കൂടി കടന്നു വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 0 കൂടി കടന്നു വരുവാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ അഖണ്ഡ സംഖ്യകൾ അഥവാ വോൾ നമ്പർ എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ W വെച്ചുകൊണ്ടാണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ W വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന ആൾക്ക് പറയുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ അഥവാ വോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, നാച്ചുറൽ നമ്പറിൽ നിന്നും വോൾ നമ്പറിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒരു 0 മാത്രം. ഒരു 0ത്തിൻ്റെ തുടക്കത്തിൽ 0 മാത്രം വരുന്നതിന് പറയുന്ന പേരാണ് വോൾ നമ്പേഴ്സ്. 0 ഇല്ലാതെയുള്ള 1, 2, 3 വരുവാണെങ്കിൽ ആരാണ്? അവനാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? 0 വെച്ചുകൊണ്ടാണ് ഇവൻ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കണം, ഇതിലെ 0യാണ്. 0 ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ കേട്ടോ. 0 ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ കേട്ടോ. 0 ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ. ഇതിലെ 0 ഏറ്റവും ചെറിയ നമ്പർ കേട്ടോ. 0 ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, 0 ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ. അതുപോലെ തന്നെ എല്ലാ നമ്പറും നോൺ നെഗറ്റീവാണ് കേട്ടോ. നമ്മൾ മുമ്പേ പഠിച്ച പോലെ തന്നെ ഇതിലെ എല്ലാ നമ്പറും നോൺ നെഗറ്റീവ് എന്ന് വെച്ചാൽ അത് പോസിറ്റീവാണ്. നാച്ചുറൽ നമ്പറിലെയും വോൾ നമ്പറിലെയും എല്ലാ നമ്പറും എന്താണ്? പോസിറ്റീവാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി പഠിച്ചു. ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5 തുടങ്ങുന്നതാണ് നാച്ചുറൽ നമ്പർ. ഏറ്റവും ചെറിയ നമ്പർ 1ആണ്. രണ്ടാമത്തേത് വോൾ നമ്പർ അഥവാ അഖണ്ഡ സംഖ്യകൾ. 0യിൽ തുടങ്ങി ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ നമ്പർ 0 കേട്ടോ. 0 മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. മൂന്നാമത്തെ ആളാണ് ഇൻഡിജേഴ്സ്. ഇവനെ ചോദ്യം ചോദിക്കുന്നതാണ് എപ്പോഴും. മൂന്നാമത്തെ ആളാണ് ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ കേട്ടോ. പൂർണ്ണസംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? ഇൻഡിജേഴ്സ് എന്ന് പറയും. അതായത് നമുക്കറിയാം, നമുക്ക് നമ്പർ ലൈനൊക്കെ നമ്മളൊരു 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പഠിക്കുന്ന സ്കൂളിലല്ലേ. അതായത് നമ്മൾ നമ്പർ ലൈൻ്റെ അകത്ത് നമ്മൾ കാണുന്നില്ല, നമ്മുടെ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു എക്സ് ആക്സും ഇവിടെ ഒരു വൈ ആക്സും നമ്മളിങ്ങനെ പ്ലസ് പോലെ വരച്ചിട്ട് ഈ ഒരു നടുക്കത്തെ പോയിന്റിന് നമ്മൾ പറയും ഇതാണ് നമ്മുടെ ഒറിജിൻ അഥവാ ഇതാണ് നമ്മുടെ 0, 0 എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഡിനോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒറിജിനിൽ 0 വന്നാൽ ഇങ്ങോട്ട് പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സാണ്. സോ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് പോവും. തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ -1, -2, -3, -4, -5, -6, -7 എന്നിങ്ങനെ പോവും. മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള 1, 2, 3 പോകും. താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ള -1, -2, -3, -4, -5 എന്നിങ്ങനെ പോകും. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ -1, -2, -3, -4, -5. അപ്പോൾ ഓർത്തിരിക്കണം, നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സിൽ കൂടി ചേരുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ഇൻഡിജേഴ്സ് എന്ന്. അപ്പോൾ ഓർത്തിരിക്കണം, അതിൽ ആരൊക്കെ വരാം? 0 വരാം, പോസിറ്റീവായിട്ടുള്ള 1, 2, 3, 4, 5 എന്നിവർ വരാം. നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ള -1, -2, -3, -4, -5 എന്നിങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ കടന്നു വരാം. അപ്പോൾ ഓർത്തിരിക്കണം, ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറിനെയും ഉൾക്കൊള്ളും. അതായത് 0യും 1, 2, 3, 4, 5ഉം നെഗറ്റീവ് നമ്പേഴ്സും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്പർ ലൈൻ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്ന എക്സ് ആക്സിലെ അതുപോലെ തന്നെ നെഗറ്റീവ് എക്സിലെയും പോസിറ്റീവ് എക്സിലെയും നമ്പേഴ്സിനെ മൊത്തം എടുത്താൽ അവയ്ക്ക് പറയുന്ന പേരാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, ഇവിടുന്ന് ഈ 1 തൊട്ട്
1 2 3 4 5 6 എന്നിവർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നും -1 -2 -3 -4 -5 വരുന്നവർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നും 0 പോസിറ്റീവ് അല്ല നെഗറ്റീവും അല്ലാത്ത ആളായിട്ട് വരും കേട്ടോ. 0 ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് എന്ന് പറയാം. 0 പോസിറ്റീവ് അല്ല എന്നാൽ നെഗറ്റീവ് അല്ല. 0യ്ക്ക് അങ്ങോട്ടും ചായവില്ല ഇങ്ങോട്ടും ചായവില്ല. കയ്യാലെ പുറത്തെ തേങ്ങ എന്ന് പറയുന്ന പോലെ തന്നെ 0 അവിടെ ആടി നിൽക്കും. അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട്. അതുകൊണ്ട് ആരുടെയും കൂടെ ആരില്ല, 0 പോകത്തില്ല. 0 ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് കേട്ടോ. 0 പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. അപ്പം ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സും 0യും എല്ലാം കൂടി ചേരുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത്, ഇൻറ്റിജേഴ്സ്. ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഐ വെച്ചുകൊണ്ട് കേട്ടോ. ഓർത്തിരിക്കണം, നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്, വോൾ നമ്പർ ക്യാപിറ്റൽ നമ്പർ ഡബ്ല്യു ആണ്, ഇൻറ്റിജേഴ്സ് ക്യാപിറ്റൽ ഐ ആണ് കേട്ടോ. അപ്പോൾ 3 നമ്പേഴ്സ് പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5, വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5, ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5, കൂട്ടത്തിൽ നെഗറ്റീവ് നമ്പേഴ്സായി -1 -2 -3 -4 അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സുമാണ് ആരായിട്ട് അറിയപ്പെടുന്നത്, ഇൻറ്റിജേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അടുത്തതാണ് നമുക്കെല്ലാം അറിയാവുന്ന ആര്, ഈവൻ നമ്പർ അല്ലേ. നമുക്കറിയാം ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യകൾ കേട്ടോ. ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യകൾ എന്താണെന്നറിയാമല്ലോ. ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരാണ്, 2 4 6 8 10 12 എന്നിങ്ങനെ പോകുന്നവയ്ക്ക് വരുന്ന പേരാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ പ്രകാരം അല്ലെങ്കിൽ ഹരണക്ഷമത പ്രകാരം 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കുവാൻ കഴിയുന്ന നമ്പറിന് പറയുന്ന പേരാണ് എന്ത്, ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇരട്ട സംഖ്യകളുടെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ അതാണ്. ഹരണക്ഷമത പ്രകാരം അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ പ്രകാരം 2 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡായി പോകുന്ന അല്ലെങ്കിൽ 2 കൊണ്ട് ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എപ്പോഴും റിമൈൻഡർ എപ്പോഴും എത്ര വരണം, 0 വരണം. അങ്ങനെയുള്ള നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 4 6 8 10 12 എന്നിങ്ങനെ കടന്നു പോകും. അവയുടെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്, 2 കൊണ്ട് ഹരിക്കുവാൻ നോക്കിയാൽ പൂർണ്ണമായി ഹരിച്ചു പോകുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് പറയുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഇരട്ട സംഖ്യകളുടെ യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഏത് ഇരട്ട സംഖ്യ എഴുതിയാലും അതിലെ ഒറ്റയുടെ സ്ഥാനം, യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനം. നമുക്ക് പ്ലേസ് വാല്യൂ അറിയത്തില്ലേ, ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം എന്നിങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ വൺസ് ടെൻസ് 100 1000 10,000 ലാക്ക് 10 ലാക്ക് എന്നിങ്ങനെ പോകുന്ന പ്ലേസ് വാല്യൂ പ്രകാരം യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തിന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഒറ്റ എന്ന് പറഞ്ഞ സ്ഥാനത്തിനോ അല്ലെങ്കിൽ വൺസിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഒരു ഇരട്ട സംഖ്യ എടുത്താൽ, ഏതൊരു ഇരട്ട സംഖ്യ എടുത്താലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ട നമ്പർ ഒന്നെങ്കിൽ 0 2 4 6 8 ആകും കേട്ടോ. അതെപ്പോഴും സെയിം ആണ്. അത് ഓർത്തിരിക്കണം, ഒരു ഇരട്ട സംഖ്യ നിങ്ങളെടുത്താൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ട നമ്പർ എപ്പോഴും ആരായിരിക്കും, ഒന്നെങ്കിൽ 0 2 4 6 8 ആയിരിക്കും. നമുക്കറിയാമെന്നല്ല. ഇപ്പോൾ 88 എടുത്താൽ നോക്കിയാൽ ലാസ്റ്റ് നമ്പർ 8, 106 എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 6, 992 എടുക്കുവാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനം വരുന്നത് 2. അതുപോലെ തന്നെ ഇപ്പം 1004 എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 4 അല്ലേ. ഇപ്പോൾ 2010 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 0. അപ്പം നോക്കിയേ, യൂണിറ്റ് പ്ലേസ് എപ്പോഴും ഒരു ഇരട്ട സംഖ്യയുടെ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ 0 2 4 6 8 ഒക്കെ ആയിരിക്കും കടന്നു വരുന്നത് കേട്ടോ. ഇതുവരെ അതിന് ചോദിച്ചിട്ടില്ല, എന്നാലും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. യൂണിറ്റ് പ്ലേസിലുള്ള ഇരട്ട സംഖ്യയുള്ള സ്ഥാനത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പർ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സ് കൊടുത്താൽ ഒബ്വിയസ്ലി നിങ്ങൾ ഈവനിലേക്ക് ഉത്തരം പോകാവുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യകൾ എന്ന് പറയും. ഓഡ് നമ്പർ എന്ന് പറയില്ല കേട്ടോ, നമ്പേഴ്സ് എന്ന് പറയുള്ളൂ കേട്ടോ, ഒന്നിലധികം ഉണ്ടല്ലോ. അപ്പം ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ
എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാവുന്ന 1, 3, 5, 7, 9, 11 എന്നിങ്ങനെ പോകുന്ന സംഖ്യകൾക്ക് പറയുന്ന പേരാണ് ഒറ്റ സംഖ്യകൾ. ശരിയായിട്ടുള്ള ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഈ നമ്പേഴ്സിനെയൊക്കെ 2 കൊണ്ട് ഹരിക്കുവാൻ നോക്കിയാൽ പൂർണ്ണമായി ഹരിച്ചു പോവുകയില്ല. അതായത് റിമൈൻഡർ 0 വരില്ല കേട്ടോ. ഹിയർ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം നോട്ട് ഈക്വൽ ടു 0, 0യോട് ഈക്വൽ ആകില്ല. അങ്ങനെ വരുന്ന നമ്പേഴ്സ് എല്ലാം ആരാണ്? നമ്മുടെ ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. ഈവൻ നമ്പറിലാണെങ്കിൽ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം ആരോട് ഈക്വലാണ്? 0നോട് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അവ ഈവൻ നമ്പർ എന്നും ഇരട്ട സംഖ്യയെന്നും ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം നമ്മൾ എടുക്കുമ്പോൾ ഈ നമ്പേഴ്സിന് 5നെ 2 കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണമായി ഡിവൈഡ് ആകില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഹരിക്കുവാൻ പറ്റില്ല. 9നെ 2 കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണമായി ഹരിക്കുവാൻ പറ്റത്തില്ല. പൂർണ്ണമായി ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ശിഷ്ടം 0 വരണം. അങ്ങനെ പറ്റില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. ആ നമ്പേഴ്സാണ് 1, 3, 5, 7, 9, 11 എന്നിവ. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സ് എപ്പോഴും ആരൊക്കെ ആയിരിക്കും? 1, 3, 5, 7, 9 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 10,009 യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനം ആരാ വന്നത്? 9 ആണ് വന്നത്. 2007 യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനം വന്നത് 7. ഇപ്പം 2001 യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനം വന്നത് 1. 333 ഒറ്റയുടെ സ്ഥാനം വന്നത് 3 ആണ്. കണ്ടോ? ഓർത്തിരിക്കണം, ഒരൊറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഒറ്റ സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനം എപ്പോഴും വരേണ്ടത് എന്തായിരിക്കും? 1, 3, 5, 7, 9 ആയിരിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്തതാണ് പ്രൈം നമ്പേഴ്സ്. പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈം നമ്പേഴ്സ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ. പ്രൈം നമ്പേഴ്സ് അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ കേട്ടോ. അഭാജ്യ സംഖ്യകൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന ഒരാളാണ്. താഴെ പറയുന്നവയിൽ അഭാജ്യ സംഖ്യകളിൽ പെടാത്തതേത്? താഴെ പറയുന്നവയിൽ ഭാജ്യസംഖ്യകളിൽ പെടുന്നേത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം, അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പം 2 നമ്മൾ എടുക്കുവാണെങ്കിൽ 2നെ ഏതൊക്കെ നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കുവാൻ പറ്റും? അതാലോചിക്കുക. 2നെ ഏതൊക്കെ നമ്പർ വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും? നമുക്ക് 2നെ 1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 2 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാം. ശരിയല്ലേ? ഇനിയും 3 എടുക്കുവാണെങ്കിൽ 3നെ ഏതൊക്കെ നമ്പർ വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും? 1 വെച്ചും പൂർണ്ണമായിട്ട് ഹരിക്കാം, 3 വെച്ചും പൂർണ്ണമായിട്ട് ഹരിക്കാം. 4 എടുക്കുവാണെങ്കിൽ 1 വെച്ചും പൂർണ്ണമായിട്ട് ഹരിക്കാം, 4 വെച്ചും പൂർണ്ണമായിട്ട് ഹരിക്കാം, 2 വെച്ചും പറ്റും അല്ലേ? 4 ഡിവൈഡ് ബൈ 2 നമുക്ക് റിമൈൻഡർ 0 കിട്ടും. അപ്പം 4 വെച്ചും പൂർണ്ണമായിട്ട് ഹരിക്കാം. ഇനിയും 5 എടുക്കുവാണെങ്കിൽ 5നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആരൊക്കെയാണ്? 1 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. 6 എടുക്കുവാണെങ്കിൽ ആരെ കൊണ്ട് പറ്റും? 1 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റും. ഇനി ആരെങ്കിലും ഉണ്ടോ 6നെ പൂർണ്ണമായിട്ട് ഹരിക്കുന്നത്? 3 കൊണ്ട് പറ്റും, 2 കൊണ്ടും പറ്റും അല്ലേ? 6 ഡിവൈഡ് ബൈ 3 2 ആണ്. 6 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 3 ആണ്. പൂർണ്ണമായിട്ട് ഹരിച്ചു പോകുന്നതാണ്. ഇനിയും 7 എടുക്കുവാണെങ്കിൽ 7നെ നമുക്ക് 1 കൊണ്ടും 7 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 8 എടുക്കുന്നതെങ്കിൽ 1 കൊണ്ട് പറ്റും, 8 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റും, 2 കൊണ്ടും പറ്റും. 9 എടുക്കുന്നതെങ്കിൽ 1 കൊണ്ട് പറ്റും, 9 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും. 10 ആണെങ്കിൽ 1 കൊണ്ട് പറ്റും, 10 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും, 5 കൊണ്ട് പറ്റും. ഇനിയും 11 ആണെങ്കിൽ 1 കൊണ്ട് പറ്റും, 11 കൊണ്ടും പറ്റും. 12 ആണെങ്കിൽ 2 കൂടി ഇട്ട് നിർത്താം. 1 കൊണ്ട് പറ്റും, 12 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും. കണ്ടോ അല്ലേ? 12നെ 1 കൊണ്ട് 12 ഡിവൈഡ് ചെയ്യാം. 12 ഡിവൈഡ് ബൈ 4 3 കിട്ടും. 12 ഡിവൈഡ് ബൈ 3 4 കിട്ടും. 12 ഡിവൈഡ് ബൈ 6 2 കിട്ടും. 12 ഡിവൈഡ് ബൈ 2 നമുക്ക് 6 കിട്ടും. എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ പ്രൈം നമ്പർ അഥവാ നമ്മുടെ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടോ 2 ഫാക്ടർ അല്ലെങ്കിൽ 2 ഡിവിസിബിളായി പോകുന്ന 2 നമ്പർ ഉള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുണ്ട് ഇല്ലേ? നമുക്ക് മാർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും.
ഇവിടെ നോക്കിയേ 2 1ഉം 2ഉം മാത്രമുള്ളൂ. 3 എടുക്കുവാണെങ്കിൽ 1ഉം 3ഉം മാത്രമുള്ളൂ. ഇനി 4 പറ്റുമോ? ഇല്ല, കാരണം 3 എണ്ണം ഉണ്ട്, 1ഉം 4ഉം 2ഉം ഉണ്ട്. 5 എടുക്കുവാണെങ്കിൽ 1ഉം 5ഉം ഉണ്ട്. 7 എടുക്കുവാണെങ്കിൽ 1ഉം 7ഉം ഉള്ളൂ. പിന്നെ 11 എടുക്കുവാണെങ്കിൽ 1ഉം 11ഉം ഉള്ളൂ. അടുത്ത നമ്പർ 13 എടുക്കുവാണെങ്കിൽ ആരും ഉള്ളൂ? 1ഉം 13ഉം ഉള്ളൂ. ഉണ്ടോ? 1ഉം 13ഉമേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം, അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെ ആയിരിക്കണം? 1ഉം അതേ നമ്പറും, അതായത് 1ഉം നമ്മൾ എടുത്ത നമ്പറും മാത്രമാണ് അവിടെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ക്ലിയർ ആയോ? സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എ കൗണ്ടിങ് നമ്പർ ഈസ് കോൾഡ് എ പ്രൈം നമ്പർ when the number is exactly divided by 1 and the number itself. അതായത് 1ഉം അതേ നമ്പറും മാത്രം ഡിവിസിബിൾ ആയി പോകുന്ന, അതേ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് നമ്പറാണ് എടുക്കുന്നത് ആ നമ്പർ. ഇപ്പം 11 ആണെങ്കിൽ 11, 13 ആണെങ്കിൽ 13, 17 ആണെങ്കിൽ 17. അതായത് 1ഉം അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിവിസിബിൾ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് ആര്? നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയുണ്ട്? ഇത് താഴോട്ട് എഴുതിയാൽ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയുണ്ട്? ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്. കണ്ടോ? ഇവയെല്ലാം ആരാണ്? നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആണ്, അഥവാ അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകൾ എന്നാന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1ഉം അതേ നമ്പറും ആരായിട്ട് വരണം? ഫാക്ടറായിട്ട് വരണം. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എടുത്ത നമ്പറിനെ പൂർണ്ണമായി ഹരിക്കുവാൻ പറ്റണം. ഇപ്പം 4ൻ്റെ കേസ് നോക്കുകയാണെന്നേക്ക് 1 കൊണ്ടും 4 കൊണ്ടും 2 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാം. 6 എടുക്കുവാണെങ്കിൽ 6നെ 1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 6നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 6നെ 3 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാം, 6നെ 2 വെച്ചും പൂർണ്ണമായിട്ട് ഹരിക്കാം. 8 ആണെങ്കിൽ 8നെ 1 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാം, 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 4 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാം, 2 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാം, അല്ലെങ്കിൽ 2 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ ആ നമ്പറിൽ ആരൊക്കെ 1ഉം അതേ നമ്പറും മാത്രം വരുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് ആര്? നമ്മുടെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? അഭാജ്യ സംഖ്യകൾ എന്നാന്ന് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഇനിയും പറയണോ? കാരണം ഇത് കരിച്ചു പേപ്പർ റിപ്പീറ്റഡ് ആണ് ഈ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഉണ്ടെങ്കിൽ ഓർത്തിരിക്കണം, 1ഉം അതേ നമ്പറും മാത്രം ഡിവിസിബിൾ ആയി വരുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വരുന്ന അഭാജ്യ സംഖ്യകൾ ആരൊക്കെയാണ്? നമ്മുടെ 2, 3, അതുപോലെ തന്നെ 5, അതുപോലെ തന്നെ ആരാണ്? നമ്മുടെ 7, 11, 13 എന്നിവ. ഇവയെല്ലാം ആരാണ്? നമ്മുടെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു, അഥവാ പ്രൈം നമ്പേഴ്സ് പറയുന്നു. ഇപ്പം തന്നെ എഴുതി വെച്ചോണം, പഠിച്ചോണം. അടുത്തതാണ് 7ാമത്തേത് കോമ്പസിറ്റ് നമ്പേഴ്സ്. കേട്ടോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് 7ാമത്തേതാണ് കോമ്പസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകൾ. കേട്ടോ, ഭാജ്യസംഖ്യകൾ. കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകൾ. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടു ഭാജ്യസംഖ്യകൾ നമ്മൾ കണ്ടു 1ഉം അതേ നമ്പറും മാത്രമാണ് ഡിവിസിബിൾ ആയി പോകുന്നതെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ഭാജ്യസംഖ്യകൾ എന്ന് നമ്മൾ കണ്ടു. അഭാജ്യസംഖ്യകൾ എന്ന് കണ്ടു. പക്ഷേ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്നിലധികം അല്ലെങ്കിൽ 2ലധികം ഫാക്ടേഴ്സ് കടന്നു വരണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2ലധികം ഫാക്ടേഴ്സ് ഉള്ള ഈ കൂട്ടത്തിൽ തന്നെയില്ലേ ആരൊക്കെയുണ്ട്? കണ്ടോ, 4 എടുക്കുവാണെങ്കിൽ 1ഉം 4ഉം 2ഉം ഉണ്ട്, അതായത് 2ലധികം ഫാക്ടേഴ്സ് ഉണ്ട്. അടുത്തത് 6 എടുക്കുവാണെങ്കിൽ കണ്ടോ, 1, 6, 3, 2 എന്നിവയെല്ലാം 2ലധികം ഫാക്ടേഴ്സ് ഉള്ളവയാണ്. അടുത്തത് 8 ആണെങ്കിൽ 1, 8, 4, 2 എല്ലാം എന്താണ്? നമ്മുടെ 2ലധികം ഫാക്ടേഴ്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ 9 ആണെങ്കിൽ 1ഉം 3ഉം 9ഉം ഉണ്ട്, 2ലധികം ഫാക്ടേഴ്സ് ഉണ്ട്. അടുത്തത് 10 ആണെങ്കിൽ 1ഉം 10ഉം 2ഉം 5ഉം ഉണ്ട്. അടുത്തത്
12 ആണെങ്കിൽ 1, 12, 4, 3, 6, 2 എല്ലാം ഉണ്ട് കണ്ടോ. അപ്പം ഓർത്തിരിക്കണം, രണ്ടിലധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. എന്താണ് ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും. അഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നും അതേ നമ്പറും മാത്രം ഫാക്ടറായി വരുന്ന നമ്പറിന് പറയുന്ന പേരാണ് എന്ത്, അഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അവയിൽ ഉൾപ്പെടാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ രണ്ടിലധികം അല്ലേ, രണ്ടിലധികം ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ഭാജ്യസംഖ്യകളെന്ന്. അപ്പോൾ ഇവിടെ വരുന്ന ഭാജ്യസംഖ്യകൾ ആരൊക്കെയാണ് കണ്ടോ, 4, 6, 8, 9, 10, 12 ഇവയെല്ലാം എന്താണ്, ഭാജ്യസംഖ്യകളാണ്. കിട്ടിയോ, ഐഡിയ കിട്ടിയോ? ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും എന്താണെന്ന് പഠിക്കണം. ഇവിടെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും. അപ്പം താഴെ പറയുന്നവയിൽ ഭാജ്യസംഖ്യകൾ ഏത്, താഴെ പറയുന്നവയിൽ അഭാജ്യസംഖ്യകൾ ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഭാജ്യസംഖ്യകളുടെ തുക ഇത്രയാണ്, 2 അഭാജ്യസംഖ്യകളുടെ തുക ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ 2 സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഭാജ്യസംഖ്യകൾ, ഏതൊക്കെയാണ് അഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു പാട്ടാണ് 1 മുതൽ 25 വരെ എത്ര ഭാജ്യസംഖ്യകളുണ്ട്, 1 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 1 മുതൽ 100 വരെയുള്ള ഭാജ്യസംഖ്യകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കണ്ടോ, പ്രൈം നമ്പേഴ്സ് എല്ലാം ഒരു പിങ്ക് ഷെയ്ഡിൽ ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട് കണ്ടോ. അതായത് 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97 എന്നിങ്ങനെ ഉള്ളതാണ് നമ്മുടെ 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ കേട്ടോ, അഭാജ്യസംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ഈ ഒരു ലിസ്റ്റ് അറിഞ്ഞിരിക്കണം, ഗ്രൂപ്പിൽ ഫോർവേഡ് ആക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുകയാണ് 1 മുതൽ 10 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ എന്നാ പറയണം നോക്കിയാൽ, 1 മുതൽ 10 വരെ എത്ര ഉണ്ട്, 2, 3, 5, 7 അതായത് 4 എണ്ണം. ഇനി 1 മുതൽ 20 വരെ ആണെങ്കിലോ 2, 3, 5, 7, 11, 13, 17, 19 എന്നിങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം എത്ര ഉണ്ട്, 8 എണ്ണം കണ്ടോ. അപ്പം ഓർത്തിരിക്കണം, ഓരോന്നും നിങ്ങൾ മറന്നു പോകരുത്, ഓർത്തിരിക്കണം. ക്ലിയർ ആയോ, ക്ലിയർ ആയോ, കിട്ടിയോ ഭാജ്യസംഖ്യകൾ എന്താണെന്ന്, ഭാജ്യസംഖ്യകൾ അഭാജ്യസംഖ്യകൾ എന്താണെന്ന്? ആ വൈറ്റ് നിറത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ആരാണ്, നമ്മുടെ ഭാജ്യസംഖ്യകളാണ്. ഒന്ന് ഒരു ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല കേട്ടോ. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്ന് പറയും കേട്ടോ. ഓർത്തിരിക്കണം, 1 എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഒരു കൂട്ടത്തിലും പെടുത്തരുത്. അവൻ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല, അവൻ പ്രൈമും അല്ല എന്നാൽ കോമ്പോസിറ്റുമല്ല. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ഭാജ്യസംഖ്യകൾ എന്താണെന്നും അഭാജ്യസംഖ്യകൾ എന്താണെന്നും പഠിച്ചു. ഇതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അഭാജ്യസംഖ്യകളിലെ ആദ്യത്തെ നമ്പർ ആരാണ് കണ്ടോ. അഭാജ്യസംഖ്യകളിലെ ആദ്യത്തെ നമ്പർ ആരാണ്, 2 കണ്ടോ. അഭാജ്യസംഖ്യകളിലെ ആദ്യത്തെ നമ്പർ 2 ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, ഒരേ ഒരു ഈവൻ നമ്പർ, അഭാജ്യസംഖ്യയുടെ കൂട്ടത്തിലെ ഒരേ ഒരു ഈവൻ നമ്പർ ആരാണ്, അല്ലെങ്കിൽ ഒരേ ഒരു ഇരട്ടസംഖ്യ ആരാണ് അഭാജ്യസംഖ്യകളിലെ, അതും 2 ആണ് കേട്ടോ. 2 ഈസ് ദി ഒൺലി ഈവൻ നമ്പർ വിച്ച് ഈസ് പ്രൈം കേട്ടോ. 2 ആണ് നമ്മുടെ പ്രൈം നമ്പറിലുള്ള അല്ലെങ്കിൽ അഭാജ്യസംഖ്യയിലുള്ള ഒരേ ഒരു ഈവൻ നമ്പർ അല്ലെങ്കിൽ ഒരേ ഒരു ഇരട്ടസംഖ്യയും കേട്ടോ. ആ 2 കാര്യം കൂടി ഓർത്തിരിക്കണം. അതും ചോദിച്ചിട്ടുണ്ട്. അഭാജ്യസംഖ്യകളുടെ കൂട്ടത്തിലെ ഒരേ ഒരു ഈവൻ നമ്പർ താഴെ പറയുന്നവയിൽ ആരാണ്, അത് 2 ആണ്. നമ്മൾ ഓർക്കും 2 അല്ലെന്ന്, പക്ഷേ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ഒരു അഭാജ്യസംഖ്യയാണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ, കിട്ടിയോ, ഐഡിയ കിട്ടിയോ? ഓക്കെ, ഭാജ്യസംഖ്യ എന്താണെന്നും അഭാജ്യസംഖ്യ എന്താണെന്നും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതാണ് നമ്മുടെ സ്ക്വയർ നമ്പേഴ്സ് അഥവാ വർഗസംഖ്യകൾ. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിച്ചായിരുന്നു സ്ക്വയർ നമ്പേഴ്സ്. വർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ
സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും കേട്ടോ. എട്ടാമത്തേത് വർഗസംഖ്യകൾ. ഇതൊക്കെ ചോദ്യങ്ങളുള്ള കേട്ടോ. വർഗസംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ്. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സ്. വർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. ആരൊക്കെയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൻ്റെ സ്ക്വയേഴ്സ് എടുത്താണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇനിയും 11ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121 ആണ് എന്നിങ്ങനെ പറഞ്ഞ് സീക്വൻസ് പോകും. 12 എന്ന് പറഞ്ഞാൽ 144 ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടോ 1, 4, 9, 16, 25, 36, 49, 64, 81, 100, 121, 144. കഴിഞ്ഞ വട്ടം ചോദിച്ച സീക്വൻസ്, കഴിഞ്ഞ നമ്മുടെ വീക്കിലി എക്സാമിന് ഒരു സീക്വൻസ് ചോദിച്ചില്ലേ? 1, 4, 6, 1, 4, 9, ഡാഷ്, ഡാഷ്, 49, 64, 81, 100, എന്ന് പറഞ്ഞ് ചോദിച്ച് ചോദ്യമില്ലായിരുന്നോ? അതിലാരായിരുന്നു വന്നത്? ഈ പറഞ്ഞ വർഗസംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിരുന്നു അവിടെ ചോദിച്ചത് കേട്ടോ. കേറ്ററിന് ചോദ്യമാണ്. കേറ്ററിന് ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഓർത്തിരിക്കണം, വർഗസംഖ്യകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടെ അല്ലെങ്കിൽ നമ്മൾ കണക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം, വർഗസംഖ്യകൾ 1 മുതൽ 15 വരെ കേട്ടോ. 1 മുതൽ 15 വരെയുള്ള സ്ക്വയർ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം, കാണാതെ തന്നെ പഠിച്ചിരിക്കണം. 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യണം? മനഃപ്പാഠമാക്കി പഠിച്ചിരിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ തന്നെ എഴുതിത്തരാം. ഇനിയുള്ളത് 13ൻ്റെ സ്ക്വയർ ആണ്. 13ൻ്റെ സ്ക്വയർ 169 ആണ്. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169. 14ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 196. 17ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ഓരോന്നിൻ്റെ സ്ക്വയേഴ്സ് 1 മുതൽ 15 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും പഠിച്ചിരിക്കണം. ഇതിന് ചോദ്യങ്ങൾ സ്ഥിരമുള്ളതാണ്, കണക്ക് ചെയ്യാനും ചോദ്യം കേട്ടോ. അപ്പം 1 മുതൽ 15 വരെയുള്ള സ്ക്വയേഴ്സ് ഇന്ന് തന്നെ മനഃപ്പാഠമാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ, വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100, 11ൻ്റെ സ്ക്വയർ 171, 12ൻ്റെ സ്ക്വയർ 144, 13ൻ്റെ സ്ക്വയർ 169, 14ൻ്റെ സ്ക്വയർ 196, 15ൻ്റെ സ്ക്വയർ 225 കേട്ടോ. ഇത് ഈ ഒരു നമ്പേഴ്സ് ഓർത്തിരിക്കണം. വർഗസംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഇവിടെ ഫോട്ടോയിൽ കാണാൻ പറ്റും പെർഫെക്റ്റ് നമ്പർ കേട്ടോ. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, 28ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 28 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 7 കൊണ്ട് ഹരിക്കാം, 14 കൊണ്ട് ഹരിക്കാം. ഇതിൽ 28 എന്ന് പറഞ്ഞ നമ്പർ ഒഴികെ ബാക്കിയുള്ള നമ്പർ കൂട്ടി നോക്കി. 1 + 2 + 4 + 7 + 14 എത്ര കിട്ടും നമുക്ക്? സമ്മ് നേരെ തിരിച്ച് നമ്മളെടുത്താൽ 28 തന്നെ കിട്ടും. അപ്പം ഓർത്തിരിക്കണം, ഒരു സംഖ്യ എടുത്താൽ, പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ നമ്മളെടുത്താൽ അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അതിൻ്റെ തുക, ആ എടുത്ത നമ്പർ ഒഴികെയുള്ള തുക നമ്മൾ നോക്കുമ്പോൾ അതേ നമ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സം ഈസ് ഈക്വൽ ടു ദി ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവനാണ് ആര്? നമ്മുടെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 6ൻ്റെ കേസ് എടുത്ത് നോക്കി, നമ്മളിവിടെ 6 എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ നോക്കി 6ൻ്റെ കേസ് എടുത്ത് നോക്കി. 6ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 6ഉം 3ഉം 2ഉം. നമ്മളിവിടെ എടുത്ത നമ്പർ ആരാണ്? 6. 6നെ ഒഴിച്ചാൽ ബാക്കിയുള്ളവയെ കൂട്ടി നോക്കി. 1ഉം 3ഉം 4, 4ഉം 2ഉം എത്ര തന്നെ കിട്ടി? 6 തന്നെ കിട്ടി. അതായത് നമ്മൾ എടുത്ത നമ്പറിൻ്റെ തുക തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ പെർഫെക്റ്റ് നമ്പറിലെ ആദ്യത്തെ പെർഫെക്റ്റ് നമ്പർ ആരാണ്? 6 ആണ് കേട്ടോ. പെർഫെക്റ്റ് നമ്പറിലെ ആദ്യത്തെ പെർഫെക്റ്റ് നമ്പർ 6 ആണ്.
അതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്ന ആരാണ്? 1, 2, 3, 6 6നെ ഒഴിച്ച് നമ്മൾ ബാക്കിയുള്ള നമ്പർ കൂട്ടുവാണെങ്കിൽ നമുക്ക് എന്നാ കിട്ടും? 6 തന്നെ കിട്ടും. സോ 6 ഈസ് ദി ഫസ്റ്റ് പെർഫെക്റ്റ് നമ്പർ. അടുത്ത പെർഫെക്റ്റ് നമ്പർ 28 കണ്ടോ? 4 4 പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ 10,000 വരെ, ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അടുത്ത പെർഫെക്റ്റ് നമ്പറാണ് 28. ഘടകങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു 1, 2, 4, 7, 14, 28. അതിൽ എടുത്ത നമ്പർ 28 അവയൊഴിച്ച് ബാക്കി നമ്പർ കൂട്ടി നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. ഇനിയും അത് കഴിഞ്ഞുള്ള അടുത്ത പെർഫെക്റ്റ് നമ്പർ കണ്ടോ? 496. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെ വരും? 496ൻ്റെ 1, 2, 4, 8, 16, 31, 62, 124, 248, 496. അതിലെടുത്ത നമ്പർ 496 ഒഴിച്ച് ബാക്കിയുള്ള നമ്പേഴ്സിനെ കൂട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് എന്നാ കിട്ടും? 496 തന്നെ കിട്ടും. ഇനിയും 10,000 താഴെയുള്ള അടുത്ത പെർഫെക്റ്റ് നമ്പറാണ് 8128. അതിൻ്റെയും പ്രത്യേകത എന്താണ്? ആ എടുത്ത നമ്പർ ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ കിട്ടും? നമുക്ക് ആ ഒരു നമ്പർ തന്നെ കിട്ടും. അപ്പോൾ ഓർത്തിരിക്കണം, പെർഫെക്റ്റ് നമ്പർ 10,000 താഴെ 4 4 ഉള്ളൂ. കാണാൻ പഠിക്കണം. ഒന്നാമത്തെ നമ്പർ 6, രണ്ടാമത്തെ നമ്പർ 28, മൂന്നാമത്തെ നമ്പർ 496, നാലാമത്തെ നമ്പർ 8128 കേട്ടോ. ഇതിൽ 2 നമ്പർ സെയിം ആണോ? ഇവിടുത്തെ 6, 3 നമ്പറിലും 496 വരും. ഇവിടെ 28, 4 നമ്പറിൽ അവസാനം 28 ഉണ്ട്. കണ്ടോ? പഠിക്കാൻ എളുപ്പമല്ലേ? അങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, 6, 28, 496, 8128 എന്നിവയാണ് എന്ത്? നമ്മുടെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇത് 3-4 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ ഒരു പെർഫെക്റ്റ് നമ്പർ ഏതാണ്? 6, 28, 496, 8128 നിങ്ങളുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് കറപ്പിച്ചോ കേട്ടോ. ഓർത്തിരിക്കണം. കണ്ടോ? ഇത് 4 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വേണം തിരിച്ചും ചോദിക്കാം. താഴെ പറയുന്നതിലൊരു പെർഫെക്റ്റ് നമ്പർ അല്ലാത്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം അല്ലാതെ വേറെ നമ്പർ ഇട്ടാൽ അതായിരിക്കും അല്ലാത്തത് കേട്ടോ. അപ്പോൾ ഈ 4 നമ്പറും കാണാതെ പഠിക്കണം. അപ്പം പെർഫെക്റ്റ് നമ്പർ എന്ന് എന്താണ്? അതിൻ്റെ ഘടകങ്ങൾ എടുക്കുമ്പോൾ ആ എടുത്ത നമ്പർ ഒഴികെ ബാക്കിയുള്ള നമ്പറിൻ്റെ തുക നോക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടണം? അതേ നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കൂട്ടമാണ്, ഇതിനെല്ലാം ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അടുത്ത ഒരു കൂട്ടമാണ് സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് സ്ക്വയേഴ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ പഠിച്ചില്ലേ? 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്വയർ ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റണം. ഇവിടെ ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണെങ്കിൽ 4 ഈക്വൽ സ്ക്വയേഴ്സ് ഇവിടെ വെച്ചു. 3ൻ്റെ സ്ക്വയർ 9 ആണെങ്കിൽ 3 ഈക്വൽ സ്ക്വയേഴ്സ് എന്ത് ചെയ്തു? നമ്മൾ റോ വൈസും കോളം വൈസും നമ്മൾ വെച്ചു. അടുത്തത് 4ൻ്റെ സ്ക്വയർ 16 ആകുമ്പം 4 × 4 റോയിൽ 4, കോളത്തിൽ 4 വൈസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്തെന്ന് പറയും? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും. നമ്മൾ മുമ്പേ പഠിച്ച 1 തൊട്ട് 15 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സിൻ്റെ അത് തന്നെ വരുന്ന ഒരു ഗണമാണ് ഇതും. പിന്നെയുള്ള ലാസ്റ്റ് കാറ്റഗറിയാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് കേട്ടോ. ഇവൻ ചോദിച്ചിട്ടുണ്ട്. ട്രയാങ്കുലർ നമ്പേഴ്സ് അഥവാ ത്രികോണ സംഖ്യകൾ കേട്ടോ. മലയാളത്തിൽ പറയുന്നത് ത്രികോണ സംഖ്യകൾ എന്ന് പറയും. അതായത് മുന്തിരിക്കൊല പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ കേട്ടോ. ഇത് മുന്തിരിക്കൊല പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് ത്രികോണ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് കണ്ടോ, എ ട്രയാങ്കുലർ നമ്പർ ഈസ് എ നമ്പർ ദാറ്റ് ക്യാൻ മേക്ക് ആൻ ഇക്വലാറ്റർ ട്രയാങ്കുലർ ഡോട്ട് പാറ്റേൺ. നമുക്കൊരു ഇക്വലാറ്റർ ട്രയാങ്കുലുള്ള ഡോട്ട് പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് നമ്മുടെ ത്രികോണ സംഖ്യകൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മുന്തിരിക്കൊല എങ്ങനെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. നോക്കിയേ, 1, 3, 6, 10, 15, 21, 28, 36, 45 എന്നിവ എന്താണ്? നമ്മുടെ ത്രികോണ സംഖ്യകളാണ് കണ്ടോ. 1ൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടിയപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂട്ടത്തിൽ 3 കൂട്ടിയപ്പോൾ 6 കിട്ടി. 6ൻ്റെ കൂട്ടത്തിൽ 4 കൂട്ടിയപ്പോൾ 10 കിട്ടി. 10ൻ്റെ കൂട്ടത്തിൽ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി. 15 കൂട്ടത്തിൽ 6 കൂട്ടിയപ്പോൾ 21 കിട്ടി. അപ്പോൾ നോക്കിയേ, 2, 3, 4, 5, 6 വെച്ച് കൂട്ടിപ്പോയാൽ മതി, ഉത്തരം കിട്ടും. 1 എടുക്കുക. 1ൻ്റെ കൂട്ടത്തിൽ 2, 3 കിട്ടുന്ന സംഖ്യയുടെ കൂട്ടത്തിൽ 2, 3, 4, 5, 6, 7 എന്നിവ സംഖ്യകൾ കൂട്ടിപ്പോയാൽ നമുക്ക് ത്രികോണ സംഖ്യകൾ നമുക്കിവിടെ കിട്ടും. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. സംഖ്യകളുടെ കാറ്റഗറി നമ്മൾ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഈവൻ നമ്പർ,
ഓഡ് നമ്പർ, കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ, സ്ക്വയർ നമ്പർ, പെർഫെക്റ്റ് നമ്പർ, ട്രയാങ്കുലർ നമ്പർ. ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങൾ നോക്കി വെച്ചോ. ഇതിന് ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അത് ഒന്നെങ്കിൽ കണക്ക് രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് സീക്വൻസ് തന്നിട്ട് അത് ശരിയായിട്ടുള്ള ക്രമം കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 9 കാറ്റഗറി നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഫിബൊനാച്ചി സീരീസും ഉണ്ട്. ഫിബൊനാച്ചി സീരീസ് പറഞ്ഞാൽ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഒരു സിനിമ ഡയലോഗ് പറയത്തില്ലേ, ഭൂമിയുടെ സ്പന്ദനം എന്നാത്തിലാണ്? കണക്കിലാണെന്ന് പറയും അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കുക കേട്ടോ. ഒന്നും നമ്മൾ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തമ്മിൽ കൂട്ടി പോവുക. 1 2 അല്ലേ? 2 1 3 എന്നിങ്ങനെ നമ്പേഴ്സ് പോകുന്ന പാറ്റേൺ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ എടുത്ത് കാണിച്ചു തരാം. ഞാൻ എന്നെ എടുത്തിടാൻ മറന്നുപോയി. ഓക്കെ, ഫിബൊനാച്ചി നമ്പർ. ഓക്കെ, ഇവിടെ ഉണ്ടോ? അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിബൊനാച്ചി നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഫിബൊനാച്ചി പറഞ്ഞാൽ വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എന്താണ് ഒരു രൂപം, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള എല്ലാ രീതികൾ, നമ്മളിപ്പം താമര വിഴിയുന്നതും അതുപോലെ തന്നെ പൂക്കളിലെ ഇതളുകളും എല്ലാം ഈ ഒരു നമ്പർ പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്യുക. അതായത് ആദ്യം പുറമേ ഒരെണ്ണം, അതിന് ചുറ്റും 2 അതിന് ചുറ്റും 3 അതിന് ചുറ്റും 5 അതിന് ചുറ്റും 8 അതിന് ചുറ്റും 13 എന്നിങ്ങനെ പോകുന്ന സീരീസിന് പറഞ്ഞ പേരാണ് ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞാൽ. ഫിബൊനാച്ചി നമ്പർ വെച്ച് നമ്മൾ തയ്യാറാക്കിയ കുറച്ച് രൂപങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരാം കണ്ടോ. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ സൂര്യകാന്തിക്കകത്തുള്ള എതളുകൾ കണ്ടു. ഇതൊരു ചെടിയുടെ എതളുകൾ. അപ്പോൾ നമ്മുടെ ഈ പടം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ നമ്മളൊരു ഏകദേശ രൂപധാരണ വരുത്തുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഫിബൊനാച്ചി നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് വെച്ചാണ് ചെയ്യുന്നതെന്നാണ് സാധാരണയായിട്ട് പറഞ്ഞു വരുന്നത്. ഇത് റോസാപ്പൂവിൻ്റെ ഉണ്ടോ, അകത്ത് 1 1 ഒരു ഇതൾ വെച്ച് പുറമേ വരുമ്പോൾ നമുക്ക് 2 അതിന് ചുറ്റും 3 അതിന് ചുറ്റും 5 അതിന് ചുറ്റും 8 എന്നിങ്ങനെ വരും. അതായത് 0 1 എടുത്താൽ ഇത് നമുക്ക് കൂട്ടിയാൽ മതി. 0 1 കൂട്ടിയാൽ 1, ഇനി 1 1 കൂട്ടിയാൽ 2, 2 1 കൂട്ടിയാൽ 3, 3 2 കൂട്ടിയാൽ 5, 5 3 കൂട്ടിയാൽ 8, 8 3 കൂട്ടിയാൽ 13, 13 8 കൂട്ടിയാൽ 21, 21 13 കൂട്ടിയാൽ 34 കണ്ടോ. അതായത് അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിനെ കൂട്ടി പോകുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ 1-2 പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മുടെ ഫിബൊനാച്ചി നമ്പറിനെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയും, അല്ലെങ്കിൽ സുവർണാനുപാത ബന്ധം കേട്ടോ. മലയാളത്തിൽ പറഞ്ഞാൽ സുവർണാനുപാത ബന്ധം. കണ്ടോ, ഈ സൈഡിൽ കിടക്കുന്നുണ്ടോ? 1.618 എന്ന് പറയും. അതായത് ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഇങ്ങനെ കൂട്ടി കുറേ ആയിക്കഴിഞ്ഞാൽ ഏത് 2 നമ്പർ അടുത്തുള്ള നമ്പേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താലും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 1.618 ആയിരിക്കും. അതിനെയാണ് ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഏത് അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ കൂട്ടി നോക്കിയാലും എന്ത് നമുക്ക് കിട്ടും? 1.618 എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ. ആ ഒരു ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ സുവർണാനുപാത ബന്ധവും കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട. അതിൻ്റെ മലയാളമാണ് പറഞ്ഞത്, സുവർണാനുപാത ബന്ധം. അല്ലെ നിങ്ങൾ നോക്കിയേ, 55 ഡിവൈഡ് ബൈ 34 എത്ര കിട്ടും? 1.61 അടുത്ത് കിട്ടും. 34 ഡിവൈഡ് ബൈ 21 നമുക്ക് എത്ര കിട്ടും? 1.61 അടുത്ത് കിട്ടും. ഇനി 21 ഡിവൈഡ് ബൈ 13 എത്ര കിട്ടും? അതും 1.6 അടുത്ത് കിട്ടും. എന്നുപോലെ ഏതൊരു നമ്പർ നമ്മൾ അടുത്തടുത്ത് എടുത്താലും അതിനെ ഹരിച്ചു നോക്കിയാലും നമുക്ക് എന്നാ കിട്ടും? 1.618 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിബൊനാച്ചി സീരീസിലെ ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ സുവർണാനുപാത ബന്ധമെന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ ഈ പറഞ്ഞ ഫിബൊനാച്ചി സീരീസ് വെച്ചുകൊണ്ടുള്ള ഫിബൊനാച്ചി നമ്പേഴ്സ് പിക്ചേഴ്സ് അടിക്കുക. ഇൻ നേച്ചർ എന്നടിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും കണ്ടോ. അതായത് പൂക്കളിലും ഇലകളിലും ഇതളുകളിലും മരങ്ങളിലും എല്ലാം ഇങ്ങനത്തെയുള്ള പൂക്കളൊക്കെ എടുക്കുവാണെങ്കിൽ ഇതിലെല്ലാം തന്നെ ഈ ഒരു എന്ത് കാണാൻ സാധിക്കും? ഫിബൊനാച്ചി നമ്പർ കാണാം. ആദ്യം ഒരെണ്ണം, അതിന് ചുറ്റും വേറെണ്ണം, അതിന് ചുറ്റും 2 എന്നിങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ പ്രകൃതിയെ ആക്കുന്നതിൽ ഫിബൊനാച്ചി സീരീസ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലിസ്റ്റിക് ഡ്രോയിങ്ങിലൊക്കെ ഈ പറഞ്ഞ ഫിബൊനാച്ചി സീരീസ് കണ്ടാൽ ഒച്ചുപോലെ ഇരിക്കും കേട്ടോ.
നമ്മുടെ ഒച്ച ചുരുണ്ടിരിക്കുന്ന പോലെ ഇരിക്കുമെങ്കിലും ഇത് സാധനം അതല്ല. നമ്മുടെ ഏതൊരു ചിത്രവരകാരനും എന്താണ് ഈ ഫിബൊനാച്ചി സീരീസ് പ്രകാരമാണ് ഏതൊരു സ്കെച്ച് കൊണ്ട് പടങ്ങൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അതിൽ എല്ലാ രൂപങ്ങൾ വരയ്ക്കുന്നതിലും അതിലൊരു കൃത്യമായിട്ടുള്ള റേഷ്യോ വേണം അല്ലേ. ആ റേഷ്യോ പറയുന്ന പേരാണ് സുവർണാനുപാത ബന്ധം. അത് കണ്ടോ, ഓഷ്യൻ്റെ വേവിലും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. ഒരു ഓഷ്യൻ നമ്മുടെ ആരിലാണ് ഏത് പടങ്ങൾ നമ്മൾ എടുത്താലും അതിലെല്ലാം തന്നെ ഈ പറഞ്ഞ ഫിബൊനാച്ചി സീരീസ് നമ്മൾ കാണാം. അതുകൊണ്ട് അതിനെ ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ സുവർണാനുപാത ബന്ധം എന്ന പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. മനുഷ്യൻ്റെ മുഖമാണേലും കണ്ടോ എല്ലാം തന്നെ ഫിബൊനാച്ചി സീരീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പറഞ്ഞ പേരാണ് സുവർണാനുപാത ബന്ധം. കണ്ടോ, ഏതൊരു പിക്ചർ എടുത്താലും കണ്ടോ, നമ്മുടെ ചെവി ആയിക്കോട്ടെ, പിരമിഡ് ആയിക്കോട്ടെ, മുഖത്തിൻ്റെ ഫ്രണ്ട് വശം ആയിക്കോട്ടെ, ഒരു പൂവിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, എന്ന് വേണ്ട മൊണാലിസ ആയിക്കോട്ടെ, എന്നിങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾ എടുത്താലും അതിൽ നമുക്ക് എന്നാ കാണാൻ സാധിക്കും, ഇതുപോലെയുള്ള ഫിബൊനാച്ചി പാറ്റേൺ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. സോ എന്താണ് ഫിബൊനാച്ചി നമ്പർ എന്ന് വെച്ചാൽ 0, 1 തുടങ്ങി അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ കൂട്ടി മുമ്പോട്ട് പോയാൽ മതി, നമുക്ക് ആ സീക്വൻസ് കിട്ടും. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിബൊനാച്ചി സീരീസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിബൊനാച്ചി സീരീസ് എങ്ങനെ എഴുതും? 0, 1 എഴുതുക. അതിന് 1ഉം 0ഉം കൂട്ടിയാൽ 1, 1 1 കൂട്ടിയാൽ 2, 2 1 കൂട്ടിയാൽ 3, 3 2 കൂട്ടിയാൽ 5, 5 3 കൂട്ടിയാൽ 8, 8 5 കൂട്ടിയാൽ 13 എന്നിങ്ങനെ പറഞ്ഞ് അങ്ങ് എഴുതി പോയാൽ മതി. ആരെ കിട്ടും? ഫിബൊനാച്ചി സീരീസ് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു വട്ടം ചോദ്യം തരാൻ താഴെ പറയുന്നത് ഫിബൊനാച്ചി സീരീസ് അല്ലെങ്കിൽ ഫിബൊനാച്ചി നമ്പർ ഏതാണ്? അതുപോലെ തന്നെ വേണേൽ ഗോൾഡൻ റേഷ്യോ ചോദിക്കാം കേട്ടോ. 1.618 ആണ് ഫിബൊനാച്ചി നമ്പറിലുള്ള ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ സുവർണാനുപാത ബന്ധം കേട്ടോ. മലയാളം തന്നെ പഠിക്കണം. കാരണം നമ്മൾ ഈ കഴിഞ്ഞ് PSCക്ക് എഴുതാൻ പോകുകയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വരുന്ന മലയാളത്തിലാണ്. മലയാളം നിങ്ങൾ പഠിച്ചിരിക്കണം ഇംഗ്ലീഷിൻ്റെ കൂട്ടത്തിൽ. ഇംഗ്ലീഷിൽ ഗോൾഡൻ റേഷ്യോ എന്ന് പറയും, മലയാളത്തിൽ സുവർണാനുപാത ബന്ധം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ നമ്പർ സിസ്റ്റത്തിൽ നിന്നെല്ലാം തന്നെ തിരിച്ചും മറിച്ചും എല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇതിൻ്റെ എല്ലാം ഫോട്ടോ ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം, അത് പഠിക്കണം കേട്ടോ. ഇനി ഹാർട്ട്ലി ആൻഡ് രാമാനുജൻ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട്ലി നമ്പർ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്നതല്ല കേട്ടോ. നമ്മുടെ അല്ലാതെയുള്ള ആ വ്യക്തികളെ പറ്റി നമ്മുടെ ആരായിരുന്നു, നമ്മുടെ ഗണിത ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമുക്ക് എടുത്ത് പഠിക്കേണ്ടതാണ് ആ പറഞ്ഞ ഹാർട്ട്ലി രാമാനുജൻ നമ്പർ കേട്ടോ. അത് നമുക്ക് എടുത്ത് പഠിക്കാനുള്ളതാണ്, വരും ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സ്ഥിരം ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും കേട്ടോ. നിങ്ങൾക്കൊരു നവംബർ നിങ്ങളുടെയൊക്കെ പരീക്ഷ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നവംബറോട് കൂടി DLEDൻ്റെയൊക്കെ പരീക്ഷ തരും. അതിനുശേഷം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഓണാക്കാനായിട്ടിരിക്കുവാണ്. സോ സാരമില്ല, നമുക്ക് പതുക്കെ ക്യാച്ചപ്പ് ചെയ്യാം കേട്ടോ. എന്നാണെങ്കിലും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉടനെ വരും. വെരിഫിക്കേഷൻ എല്ലാ സ്ഥലത്തും കഴിഞ്ഞെന്നാണ് ഏകദേശം നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമേ കേറ്റിൻ്റെ വെരിഫിക്കേഷനൊക്കെ നടക്കുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ നോക്കി 2 അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 60 ദിവസം എഴുതി വെച്ചോ. കൂടിപ്പോയാൽ 60 ദിവസം, 60 ദിവസം കിട്ടിയാൽ ഭാഗ്യമെന്ന് ഞാനേ പറയത്തുള്ളൂ. 60 ദിവസം പഠിക്കാൻ കിട്ടും. സോ മാക്സിമം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. DLED ഒക്കെ പരീക്ഷയൊക്കെ ഉണ്ട് എനിക്കറിയാം. എന്നാൽ പോലും നിങ്ങൾക്കറിയില്ല DLED പാസ്സായതുകൊണ്ടൊന്നും ആകത്തില്ല. കേറ്റിൻ്റെ പരീക്ഷ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചുമ്മാ DLEDനെ അല്ലെങ്കിൽ BEDൻ്റെ സർട്ടിഫിക്കറ്റ് കൈവച്ചുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. യാതൊരു പ്രയോജനവുമില്ല. ഈ ഒരു പരീക്ഷ പാസ്സായേ പറ്റത്തുള്ളൂ. പാറ്റേൺ മാറി, മീഡിയം മാറി, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി മാറി. അതുകൊണ്ട് തന്നെ ആ രീതിക്കനുസരിച്ച് നമ്മൾ മാറി പഠിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്ത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വരുന്ന രീതിയും പാറ്റേണും എല്ലാം മനസ്സിലാവും. സോ ഡെയിലി പറയുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഇഷ്യൂസ് ഒന്നും വരില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഉണ്ടെങ്കിൽ